വളർച്ചാ ഹോർമോൺ കുറവ് എന്ന ഭീഷണിയുടെ നിഴലിൽ ലിയോ മെസ്സി എന്ന മാന്ത്രിക ബാലന്റെ സ്വപ്നം നിലച്ചുപോകാൻ ഒരുങ്ങുകയായിരുന്നു. റൊസാരിയോയിലെ ക്ലബ്ബുകൾ കൈമലർത്തിയതോടെ ആ കുടുംബം അഗാധമായ നിരാശയിലായിരുന്നു. അവരുടെ മകന്റെ ഭാവി ഇനി വെറും ഒരു കൂട്ടം കടലാസുകളായി ഒതുങ്ങുമോ എന്ന ഭയം അവരെ വേട്ടയാടി. എന്നാൽ ഒരു അത്ഭുതം സംഭവിക്കാനുണ്ടായിരുന്നു. ലിയോയുടെ കളിയുടെ വീഡിയോ ടേപ്പുകൾ, അന്ന് പ്രതിഭകളെ ലോകത്തിനു മുന്നിലെത്തിച്ചിരുന്ന ആ പഴയ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ക്ലബ്ബുകളിലേക്ക് പറന്നിരുന്നു. പലരും ആ പ്രതിഭയെ അംഗീകരിച്ചു. പക്ഷേ ചികിത്സാച്ചെലവിന്റെ ഭീഷണിക്കു മുന്നിൽ എല്ലാവരും തലകുനിച്ചു പിന്മാറി. ആ വീഡിയോ ടേപ്പുകൾ ഒടുവിലെത്തിച്ചേർന്നത് സ്പെയിനിലെ മഹാനഗരമായ ബാഴ്സലോണയിലാണ്. അവിടെ യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ FC ബാഴ്സലോണയുടെ ഡയറക്ടർമാരിലൊരാളായ കാർലസ് റെക്സാച്ച് എന്ന പ്രശസ്ത ഫുട്ബോൾ വിദഗ്ധന്റെ മുന്നിൽ ആ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. റെക്സാച്ച് ആ വീഡിയോയിൽ കണ്ടത് വെറും ഒരു കളിക്കാരനെയല്ല, ഫുട്ബോളിന്റെ ഭാവിയെയായിരുന്നു. പന്തിനെ വിട്ടുപോകാതെ പ്രതിരോധ നിരയെ കീറിമുറിച്ച് മുന്നോട്ടു പോകുന്ന ആ 10 വയസ്സുകാരന്റെ കാലുകളിലെ നിയന്ത്രണവും അവിശ്വസനീയമായ ബാലൻസും അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. ലിയോ തീരെ ചെറുതാണെന്നോ അവന് ചികിത്സ ആവശ്യമുണ്ടെന്നോ ഉള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ആ അപൂർവ പ്രതിഭയുടെ മുന്നിൽ അദ്ദേഹത്തിന് വിഷയമായില്ല. റെക്സാച്ച് അന്ന് ഒരു ചൂതുകളിക്ക് തയ്യാറെടുത്തു. മറ്റെല്ലാ ക്ലബ്ബുകളും പണം കാരണം പിന്മാറിയപ്പോൾ അദ്ദേഹം ഒരു ധീരമായ തീരുമാനമെടുത്തു. തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, "നമുക്കവനെ കിട്ടിയേ മതിയാകൂ. അവന്റെ ചികിത്സയുടെ മുഴുവൻ ചെലവും നമ്മൾ വഹിക്കും." റൊസാരിയോയിൽ നിരാശയുടെ ഇരുട്ടിലിരുന്ന ജോർജ് മെസ്സിയെ തേടി യൂറോപ്പിൽ നിന്നും ഒരു വിളി വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ FC ബാഴ്സലോണയുടെ ഡയറക്ടർ. അവർക്ക് ലിയോയെ വേണം. ഈ വിളി അവരുടെ പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു. ലിയോയുടെ രോഗം മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതായി. ജോർജിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മകന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബാഴ്സലോണ ഒരു അവസരം നൽകാൻ തയ്യാറാണ്. ലിയോയെയും കുടുംബത്തെയും സ്പെയിനിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും റെക്സാച്ച് ചെയ്തു. ഇനി അവർക്ക് മുന്നിലുള്ളത് ഒരു യാത്രയാണ്. അർജന്റീനയിലെ ദാരിദ്ര്യത്തിൽ നിന്ന് യൂറോപ്പിലെ ഫുട്ബോൾ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു വലിയ കുടിയേറ്റം. ലോകത്തിന്റെ അങ്ങേയറ്റത്തേക്കുള്ള ഈ യാത്ര ലിയോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യപരീക്ഷണമായിരുന്നു. ബാഴ്സലോണയിലെത്തിയ ലിയോ ട്രയൽസിലിറങ്ങി. അവന്റെ കളി കണ്ട റെക്സാച്ചിന് ഒരു നിമിഷം പോലും മറുത്തൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഈ യാത്രയുടെ അവസാനം ആ ഡയറക്ടർ എടുത്ത ധീരമായ തീരുമാനം ലോകം കണ്ട ഏറ്റവും ചരിത്രപരമായ ഒരു കരാറിൽ കലാശിക്കാൻ പോകുകയായിരുന്നു. ഒരു മേശപ്പുറത്തോ ലെതർ പേപ്പറിലോ അല്ല, വെറും ഒരു നാപ്കിൻ പേപ്പറിൽ എഴുതപ്പെട്ട ഒരു കരാർ. ലിയോ മെസ്സിയുടെ സ്വപ്നം സത്യമാക്കാൻ ബാഴ്സലോണ ഡയറക്ടർ റെക്സാച്ച് എടുത്ത ആ ധീരമായ തീരുമാനം. പക്ഷേ കരാറിനായി മുന്നിലുണ്ടായിരുന്നത് ഒരു ലെതർ പേപ്പർ ആയിരുന്നില്ല, വെറും ഒരു നാപ്കിൻ പേപ്പർ. അടുത്തറിയാം ചരിത്രം മാറ്റിയെഴുതിയ ആ നാപ്കിൻ കരാർ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.